നിയമ ഭേദഗതി നാളെ പാർലമെന്റിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. കാര്യോപദേശക സമിതി ഉച്ചയ്ക്ക് ചേരും. KCBCയും CBCIയും ബില്ലിനെ പിന്തുണച്ചതോടെ കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പം തുടരുകയാണ്. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് ദീപിക ദിനപത്രത്തിൽ മുഖപ്രസംഗം വരികയും ചെയ്തു. ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ MPമാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമാകും. ബില്ലിനെക്കുറിച്ച് CPIഎമ്മിനും കോൺഗ്രസിനും ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നും പറയാനില്ല എന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷും ഒപ്പം G ശ്രീജിത്തും ആണ് ചേരുന്നത്. രാഗേഷ്, ബില്ല് എപ്പോൾ സഭയിലേക്ക് എത്തുമെന്നതിൽ അവ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ 4-ാം തീയതിയാണ് സമ്മേളനം അവസാനിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുക, വളരെ പെട്ടെന്ന് പാർലമെന്റിന്റെ ഒരു സഭയിലെങ്കിലും ബിൽ പാസാക്കിയെടുക്കുക, അങ്ങനെ ഒരു നീക്കമാണോ നടക്കുന്നത്? അഭിലാഷ, അവ്യക്തതകൾ നീങ്ങുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ സഭാ സമ്മേളനത്തിൽ വരുമോ എന്ന ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഈ നടപ്പ് സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരും, പാസാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഇന്ന് കാര്യോപദേശക സമിതി ചേരുന്നുണ്ട്. 12:30 കാര്യോപദേശക സമിതി യോഗം ചേരുന്നത്. അതിൽ അജണ്ട വഖഫ് തന്നെയാണ്. അതിനുശേഷം സ്പീക്കറുമായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കൂടിക്കാഴ്ച നടത്തും. ഏതായാലും നിലവിലെ സൂചനകൾ അനുസരിച്ച്, വിവരമനുസരിച്ച് നാളെ ലോക്സഭയിൽ ബില്ല് കൊണ്ടുവരും. മറ്റന്നാൾ രാജ്യസഭയിലും ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കുക. ഇതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം 3 ദിവസം കൂടി അപ്പോൾ സഭ പ്രവൃത്തി ദിവസമുണ്ട്. നാളെയും മറ്റന്നാളും വെള്ളിയാഴ്ചയും പ്രവൃത്തി ദിവസമാണ്. അപ്പോൾ അടുത്ത 2 ദിവസം ചർച്ച നിശ്ചയിച്ച് ബില്ല് പാസ്സാക്കിയെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിനുള്ളത്. കിരൺ റിജിജു അത്തരമൊരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ബിൽ പാസ്സാക്കിയെടുക്കുകയാണ് ലക്ഷ്യം എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസ്സാക്കിയെടുക്കും എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ചില ആശയക്കുഴപ്പങ്ങൾ പ്രതിപക്ഷത്തിന് പുറമെ സർക്കാരിലും ഉണ്ടായിരുന്നു. അതായത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ഇപ്പോൾ ധൃതി പിടിച്ച് കൊണ്ടുവരേണ്ടതില്ല എന്ന അഭിപ്രായം പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ഒപ്പം സഖ്യകക്ഷിയായ TDPയിലും JDUവിലും ഒക്കെ ഉണ്ടായിരുന്നു. JDUവിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് പരസ്യമായി തന്നെ JDUവിന്റെ നിലപാടിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം പാട്നയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ലാലു പ്രസാദ് യാദവും ഒപ്പം തന്നെ മകൻ തേജസ്വി യാദവും ഒക്കെ പങ്കെടുത്തിരുന്നത് നിതീഷിന് വലിയ സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇഫ്താറിലേക്ക് നിതീഷ് പലരെയും ക്ഷണിച്ചു. പക്ഷേ മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ പങ്കെടുത്തിട്ടില്ല. അത്തരമൊരു സാഹചര്യം ബീഹാറിലുണ്ട്. പരസ്യമായി JDU ഇതുവരെ ബില്ലിനെതിരെ പറഞ്ഞിട്ടില്ല. അവർ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടുള്ളത് അവർ ഉന്നയിച്ച ആശങ്കകളൊക്കെ തന്നെ JPC പരിഗണിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് നിലപാട് JDU ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. TDPയുടെ കാര്യത്തിലും അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് ആന്ധ്രയിൽ മുസ്ലിം വോട്ട് ബാങ്ക്. ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞത് വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിലൊക്കെ തന്നെ സംരക്ഷണം ഒരുക്കും, സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ബിൽ പാസ്സാക്കിയെടുക്കാൻ തന്നെയാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും തീരുമാനം. മറുവശത്ത് പ്രതിപക്ഷ നിരയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ JPC 14 ഭേദഗതികളാണ് അംഗീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം കൊണ്ടുവന്ന ഒറ്റ ഭേദഗതികളും അംഗീകരിച്ചിട്ടില്ല. എല്ലാം ഭരണപക്ഷം കൊണ്ടുവന്ന ഭേദഗതികളാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധം നേരത്തെ കോൺഗ്രസിനുണ്ടായിരുന്നു. ഇപ്പോൾ പ്രമോദ് തിവാരി ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുള്ളത് ഈ ബില്ല് ടേബിൾ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ പ്രതിഷേധിച്ചതാണ്. മാത്രവുമല്ല, ഭേദഗതികളൊന്നും തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ പ്രതിഷേധം തുടരും എന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ചില കോൺഗ്രസ് MPമാർക്കെങ്കിലും എല്ലാ വ്യവസ്ഥകളോടും എതിർക്കേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് KCBCയും CBCയും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ മുൻപം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ MPമാർ വോട്ട് ചെയ്യണം, അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇത്തരം അഭിപ്രായമുണ്ട്. ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം അക്കാര്യം പറഞ്ഞതുമാണ്. KCBC മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് ചർച്ച ചെയ്യണം കോൺഗ്രസ് നേതൃത്വമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ എന്തായിരിക്കും കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത കുറവുണ്ട്. എന്തായിരിക്കും കോൺഗ്രസ് ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ തീരുമാനിക്കുക? ചർച്ചയിൽ എതിർത്ത് സംസാരിക്കുമോ അതോ വോട്ടെടുപ്പ് വരുമ്പോൾ വിട്ടുനിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും നാളെയാണെങ്കിൽ അതിനു മുൻപായി കോൺഗ്രസിന്റെ യോഗം ചേരും. അതിലൊരു അന്തിമ തീരുമാനം കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടേക്കും. തീർച്ചയായും രാഗേഷിലേക്ക് വരാം. ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ തന്നെ ക്രിസ്ത്യൻ വിഭാഗം പൊതുവെ ഈ നിയമ ഭേദഗതിയെ അനുകൂലിക്കണം എന്ന നിലപാടുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട വിഷയം എന്നത് ഈ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ നേരിടുന്ന പ്രതിസന്ധി തന്നെയാണ്. ഇവിടെ ഇതാ നേരത്തെ ER രാഗേഷ് സൂചിപ്പിക്കുന്നത് പോലെ ഇതിപ്പോൾ കോൺഗ്രസിനെ മാത്രം, MPമാരെ മാത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കേരള കോൺഗ്രസ് എന്നത്
അവർ എന്ത് നിലപാട് സ്വീകരിക്കും? ഇന്നിതാ ദീപികയിലടക്കം കൃത്യമായി മുഖപ്രസംഗം വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. തീർച്ചയായും കേരള കോൺഗ്രസിന് ഉൾപ്പെടെ ഇത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിന്റെ UDFിലുള്ള ജോസഫ് വിഭാഗത്തിന്റെ MP ആയ ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കിയ ജോസ് കെ മാണിക്കും ഇത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു വലിയ അഗ്നിപരീക്ഷയായി ഇത്തരം പാർട്ടികൾക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ദീപികയുടെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഒരു കടുത്ത വെല്ലുവിളി ഈ പാർട്ടികൾക്ക് ഉയർത്തുന്നതാണ്. അതായത് പാർലമെന്റിൽ നടക്കുന്നത് മതേതരത്വത്തിന്റെ പരീക്ഷയാണ്. മതേതരത്വം ജയിക്കുമോ തോൽക്കുമോ എന്നാണ് അറിയേണ്ടത് എന്ന അർത്ഥത്തിലുള്ള ഒരു തലക്കെട്ട് നൽകുകയാണ്. മാത്രവുമല്ല, ഈ കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ MP-മാരുടെ മതേതരത്വ നിലപാട് ചരിത്രമാകുകയാണ് ചെയ്യുക ഈ ബില്ലിനെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ. അതായത് അത് ഈ മുനമ്പം വിഷയത്തിലടക്കം അവിടെ പോയി പിന്തുണ കൊടുത്തതാണ്. പക്ഷെ പിന്നീട് പാർലമെന്റിൽ പോയി ബില്ലിനെ എതിർത്താണ് വോട്ട് ചെയ്യുന്നത് എങ്കിൽ, അതായത് ബില്ലിനെ അനുകൂലിക്കണമെന്ന് തന്നെയാണ്, വിട്ടുനിൽക്കുക പോലും അല്ല വേണ്ടത്, അനുകൂലിക്കുന്നില്ല എങ്കിൽ അതൊരു ഇരട്ടത്താപ്പാണ് എന്നും അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. പരമ്പരാഗതമായി അവരുടെ വോട്ടുകൾ കിട്ടും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. പക്ഷേ അങ്ങനെ കിട്ടുന്ന ചില വോട്ടുകൾ അകന്നു പോകുമോ എന്ന് കരുതി അവരെ ഒരു പരിധിവരെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതായത് ക്രൈസ്തവ വോട്ടുകൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് കിട്ടും എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്, പക്ഷെ മുസ്ലിം വോട്ടുകൾ ഒരുപക്ഷെ പോയേക്കാം എന്ന ചിന്തയുമുണ്ട്. അതുകൊണ്ട് ആ വിഭാഗത്തെ ഫലത്തിൽ പ്രീണിപ്പിക്കുക എന്ന നയത്തിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ഫലത്തിൽ ദീപികയുടെ മുഖപ്രസംഗത്തിന്റെ ആകെ തുകയുള്ളത്. എന്തായാലും തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ പരീക്ഷയാണ്. അതെങ്ങനെയാണ് കോൺഗ്രസും കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും ഒക്കെ അതിജീവിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ പ്രധാനം. അതോടൊപ്പം തീർച്ചയായും ഈ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം BJP കാത്തിരിക്കുന്ന ഒരു അവസരമുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ ഈ പറയുന്ന മിഡിൽ കേരളയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കൃത്യമായി വോട്ട് സ്വാധീനമുള്ള പ്രദേശങ്ങളിലടക്കം നിർണായകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഡീൻ കുര്യാക്കോസിനെ പോലെയുള്ളവരെ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോസ് കെ മാണിയെ പോലെയൊക്കെ ഉള്ളവരെ ഈ വോട്ട് ചോർച്ചയും വോട്ട് നഷ്ടവും ഒക്കെ ഈ ബില്ലിന്മേലുള്ള നിലപാടിനെ കൂടി ആശ്രയിച്ചിരിക്കും എന്നൊരവസ്ഥയിലേക്കല്ലേ എത്തുന്നത് ശ്രീജിത്ത്? തീർച്ചയായും BJP കഴിഞ്ഞ കുറെ കാലമായി ക്രൈസ്തവ മേഖലകളിൽ കടന്നുകയറ്റത്തിന് പല ശ്രമങ്ങളും നടത്തുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ടായി ഈ വഖഫ് ഭേദഗതി ബില്ല് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദീപികയിലൊരു മുഖപ്രസംഗം പല വിഷയത്തിലും എഴുതാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കർദിനാൾ ബസിലിയോസ് ക്ലിമീസ് കാത്തോലിക്ക അദ്ദേഹം കർദിനാള് അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവന ഫലത്തിൽ വന്നത് ഈ ഒരു ഭേദഗതിയെ കേരളത്തിലെ MP-മാർ അനുകൂലിക്കണം എന്നുള്ളതാണ്. അതായത് സഭാ നേതൃത്വം, കേവലം അൽമായർ മാത്രമല്ല, സഭാ നേതൃത്വം തന്നെ ഈ നിലപാടെടുത്തു എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്, CPM-ന്, കേരള കോൺഗ്രസ് പോലുള്ള കക്ഷികൾക്ക് വെല്ലുവിളിയാകും. തുടർന്ന് അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന വോട്ട് ചോർച്ചയടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദീപികയും മറ്റ് സമുദായ സംഘടനകളൊക്കെയും ലേഖനങ്ങൾ എഴുതുകയും അവരുടെ നിലപാട് പറയുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി ബില്ല് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ മറികടക്കാം എന്ന തന്ത്രങ്ങൾ തീർച്ചയായും കോൺഗ്രസും CPM-ഉം ഒക്കെ പയറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിനാണ് കൂടുതൽ വെല്ലുവിളി. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്കും, ഇടതുമുന്നണിയിലാണെങ്കിൽ പോലും ജോസ് കെ മാണിയെ പോലുള്ളവർ ഇത് വെല്ലുവിളിയാണ്. ഇപ്പോൾ ശ്രീ PP ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് നേതാവ്, ടെലിഫോൺ ലൈനിലുണ്ട്.